ഹലോ ഗൈസ്, നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് വന്നാലോ? ചെന്നൈയിലെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാൻ മറീന ബീച്ച് എന്നാൽ ഞങ്ങൾ ഇപ്രാവശ്യം വെറൈറ്റിക്ക് ബസന്ന നഗറിലേക്കാണ് പോകുന്നത്. നമ്മളെ കേരളം പോലെ ഒന്നല്ലപ്പാ, ഇവിടെ ഒടുക്കത്ത അലമ്പാണ്. അലമ്പ് മീൻസ് റഷ്. മാസാവസാനം ഒടുക്കത്ത ദാരിദ്ര്യാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും പിന്നെന്തിനാ കറങ്ങാൻ പോണെന്ന്. എൻ്റെ പൊന്ന് ഗൈസ്, ഈ ആഴ്ച മൊത്തം പണിയെടുത്തിട്ട് ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ്. അത് ഈ ഉറങ്ങി തീർക്കുന്നതിലും ഭേദം കറങ്ങാൻ പോകുന്നതല്ലേ. കയ്യിലെ കാശിന്റെ കുറവും വയറിന്റെ ഭാവിയും ആലോചിച്ച് ഞങ്ങൾ അധികം ഒന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ബീച്ചിലൂടെ ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് സംഭവം ശ്രദ്ധിച്ചത്. ബാക്കിൽ എക്സ്പോ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കയറി. എക്സ്പോ ഫ്രീ ആയതുകൊണ്ടും വായ്നോട്ടത്തിന് നമുക്ക് നല്ല സ്കില്ലുകൊണ്ടും ടൈം നമുക്ക് പെട്ടെന്ന് പോയി. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞങ്ങൾ ആകാശത്തൊട്ട് കേറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ നടന്നത് ചരിത്രം. ഇതിലെ സൂര്യപാടി ഉണ്ടോ? കണ്ടില്ലേ മക്കളെ, ഇതാണ് നമ്മളെ സൂര്യന്റെ സ്കില്ല്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമയമായി ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷം തുടങ്ങിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കേസ് നമ്മുടെ കേരള ഫുഡിന്റെ അത്രയൊന്നും തമിഴ്നാട് ഫുഡ് വരൂല. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ, ഉള്ളത് കഴിച്ചിട്ടങ്ങ് പോവാ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും നമ്മൾ ഊബർ വിളിച്ചേ പോവും. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് തമിഴ് അറിയില്ല, വഴി അറിയില്ല. അപ്പൊ ഓക്കെ, ബൈ. ശേഷേ